ജന്മനാടായ കൂടല്ലൂർ എന്ന ഗ്രാമത്തെ കഥാപ്രപഞ്ചമാക്കി മാറ്റിയ എഴുത്തുകാരനാണ് എം.ടി. നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും മനസ്സ് നിറയെ നാടിനോടുള്ള ഇഷ്ടം മനസ്സിൽ സൂക്ഷിച്ച കഥാകാരനായി. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭം ധരിച്ച മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടം. എം.ടി. ഭാരതപ്പുഴയെക്കുറിച്ച് പറഞ്ഞതാണ്. ഭാരതപ്പുഴയുടെ കടവുകളിലും മണൽപ്പരപ്പുകളിലും ഒഴുക്കുകളിലുമെല്ലാം എം.ടിയുടെ കഥ പിറന്നിട്ടുണ്ട്. ഇന്ന് പുഴ നിറയെ പുൽച്ചെടികൾ വളർന്നു നിൽക്കുന്ന നിള എം.ടിയുടെ വേദനയുമായിരുന്നു. ദൈവം ഉണ്ടോ എന്നറിയില്ല, പക്ഷേ കൊടിക്കുന്നത്ത് ഭഗവതിയുണ്ട്. കുഞ്ഞുനാളിൽ അമ്മയുടെ കൈപിടിച്ച് പുഴ മുറിച്ച് കടന്നുപോയ എം.ടിയുടെ മനസ്സിലെ ദൈവമാണ് കൊടിക്കുന്നത്തുകാവ് ഭഗവതി. എം.ടിയുടെ കുല ദൈവം ഈ കൊടിക്കുന്ന ഭഗവതിയായിട്ടാണ് പല ഭാഗത്തും പറയുന്നത്. അവർ സ്ഥിരമായിട്ട് അവരുടെ ആൾക്കാർ വന്നിരുന്നു. ഈ കൂടല്ലൂരിൽ നിന്നാണ് അവിടുന്ന് പ്രധാനപ്പെട്ട ഒരു പൂരം വരെ, അത് മകരച്ചൊവ്വ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. മകരച്ചൊവ്വക്കുള്ള പഴയ കാലത്തെ ആഘോഷം. അവിടുന്ന് ഈ നെല്ലൊക്കെ കയറ്റി കുടയൊക്കെ പിടിച്ച് കുറേ ആൾക്കാർ ചാടി, പിന്നെ പൂതൻ താരൊക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാം വളരെ വിശാലമായ ഒരു പരിപാടിയോടുകൂടി ഈ പൂരം വരാറുണ്ട്. നാലുകെട്ടുൾപ്പെടെയുള്ള എം.ടിയുടെ സാഹിത്യ സൃഷ്ടികളിൽ പലതിലും പകിടകളിയുടെ ആവേശമുണ്ട്. കൂടല്ലൂരിൽ ഇന്നും വേരറ്റു പോയിട്ടില്ലാത്ത ഈ കളി വൈകുന്നേരങ്ങളിലെ നേരം പോക്കാണ്. എം.ടി ഇവർക്ക് പ്രിയപ്പെട്ടവന്. എം.ടിയുടെ കഥകളിൽ ഈ പകിടകളെ കുറിച്ചിട്ടും അതിൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ആ രീതികളെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ കൂടല്ലൂരിനെ ഈ ലോകത്തിനെ തന്നെ അറിയിച്ച ഒരു കലാകാരനാണ് എം.ടി. അത് അന്നത്തെ ആ സാഹചര്യങ്ങളെ, ജീവിത രീതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് അദ്ദേഹം ആ കഥകളൊക്കെ രചിച്ചിട്ടുള്ളത്. ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു രാജ്യമാക്കി ഈ നാടിനെ മാറ്റിയതിലൊരു പ്രധാന പങ്ക് എം.ടിക്കുണ്ട്. ഞങ്ങൾ കൂടല്ലൂരിന് ഒരു പേരുണ്ടാക്കി തന്ന ആൾ. പിന്നെ ഈ പകിടകളിയൊക്കെ മൊത്തത്തിൽ എല്ലാവരും അറിയിച്ച ഒരാൾ. നല്ലൊരു കലാകാരനാണ്. പിന്നെ കളിയുടെ ഒക്കെ ഒരു ആചാര്യനാണ് ആൾ. മലമക്കാവ് അയ്യപ്പക്ഷേത്രവും താമരക്കുളവും താന്നിക്കുന്നും കൂട്ടക്കടവും കൂടല്ലൂരും എം.ടിക്ക് പ്രിയപ്പെട്ട ഇടങ്ങളാണ്. ഇവിടങ്ങളിലുള്ളവർക്ക് എം.ടി നാടിന് പെരുമ നൽകിയ എഴുത്തുകാരൻ. എം.ടിയുടെ തറവാട് വീട്ടിൽ പണിക്കാരായിട്ട് നിന്നിട്ടുണ്ട്. ആ സമയത്ത് മൂപ്പര് വന്ന സമയത്ത് മൂപ്പരെ അളിയനായിട്ടുള്ള ഗോവിന്ദൻകുട്ടിയാർ പറഞ്ഞ മൂപ്പര് കുറച്ച് മുരിങ്ങക്കായ പൊട്ടിച്ച് കൊടുക്കണം. ഞങ്ങൾ ഉണ്ണി അങ്ങനെ എടുത്ത ചെറുപ്പത്തിലെ പേരാണ് ഉണ്ണി കൊണ്ടുപോകാനാണ് മുരിങ്ങക്കായ എല്ലാം പൊട്ടിക്കിടന്നത്. ആ ശരി, പൊട്ടിച്ചു കൊടുക്കാൻ. ആ ഒരു വിഷുവിനാണ് കേട്ടോ. പിന്നെ ആളെ കണ്ടിട്ടുമില്ല ഈ വൈക്കോട്ടു, പിന്നെ വന്ന് കണ്ടിട്ടുമില്ല. ഭാരതപ്പുഴയുടെ തീരത്ത് എഴുതാനായാണ് ഒരു വീട് പണിതത്. ആരോഗ്യ കാരണങ്ങളാൽ വരവ് കുറഞ്ഞതോടെ അടഞ്ഞു കിടക്കാതിരിക്കാൻ ഒരു ക്ലിനിക്കിനായി നൽകി. ഇനി എം.ടിയുടെ ഓർമ്മകളുമായി കൂടല്ലൂർ എന്ന ഗ്രാമം കഥാകാരൻ്റെ കഥ പറയും. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.